തായ്ലാൻഡിലെ ബിസി അല്ലാത്തൊരു നോർമൽ ഡേ എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ട്രാവൽ ഫീൽഡ് ആയതുകൊണ്ട് തന്നെ കൊച്ചിയിൽ നിന്നും തായ്ലാൻഡിലേക്കുള്ള രാവിലത്തെ 4:40 ഫ്ലൈറ്റ് FT171 സ്റ്റാഫ് മോണിറ്ററിംഗ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് ഞാൻ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാറ്. ഇതാണ് ആമസോൺ കഫേ. ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് കോഫി കിട്ടുന്നൊരു പ്ലേസാണ് ആമസോൺ കഫേ. തായ്ലാൻഡിൽ ഒട്ടുമിക്ക സിറ്റിയിലും 4 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നിങ്ങൾക്ക് ആമസോൺ കഫേ കാണാൻ കഴിയും. നിങ്ങളൊരു കോഫി ലവർ ആണെന്നുണ്ടെങ്കിൽ ആമസോൺ കഫേ വിസിറ്റ് ചെയ്യാൻ മറക്കേണ്ട തായ്ലാൻഡിൽ വരുമ്പോൾ. കോഫി കഴിച്ച് കഴിഞ്ഞ് ഞാൻ നേരെ എത്തിയത് ജിമ്മിലേക്കാണ്. സ്ഥിരമായിട്ട് ജിമ്മിൽ വരുന്ന ആളൊന്നല്ല ഞാൻ. 2 വർഷത്തിന് ശേഷമാണ് ജിമ്മിലേക്ക് എത്തുന്നത്. 2 വർഷത്തിന് മുന്നേ മേടിച്ച പ്രോട്ടീൻ പൗഡർ എൻ്റെ റൂമിൽ എന്നെ നോക്കി എല്ലാ ദിവസവും ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്. ജിമ്മ് പഴയ പോലെ അല്ല, ഒരുപാട് ചേഞ്ചായി. പഴയ പോലെ പെൺകുട്ടികളൊന്നും കാണാനുമില്ല. നാട്ടിലെ ജിമ്മായിരുന്നെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റവും പറഞ്ഞ് ഒരു അരമണിക്കൂർ പോകുമായിരുന്നു. ഇവിടെ അങ്ങനെ ഒരു കലാപരിപാടി ഇല്ല, അങ്ങതിനുള്ള ആളുമില്ല. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കറക്റ്റായിട്ട് ജിമ്മിൽ വന്നിട്ട് വർക്കൗട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ആഗ്രഹം മാത്രമാണേ. ഫസ്റ്റ് ഡേയിൽ ജിമ്മിൽ വന്നിട്ട് 6 പാക്ക് സ്വപ്നം കാണുന്ന എല്ലാ ജിമ്മുമാർക്കും എൻ്റെ വർക്കൗട്ട് സമർപ്പിക്കുന്നു. തായ്ലാൻഡിലെ ഒട്ടുമിക്ക ജിമ്മുകളിലും സൂംബ ക്ലാസ്സും തായ് ബോക്സിങ്ങും ഇൻക്ലൂഡ് ആയിട്ടാണ് ഫീസ് വരുന്നത്. ഏകദേശം 6000 രൂപ അടുത്ത് ഫീസ് വരുന്നുണ്ടെങ്കിലും അതിനുള്ള ഓപ്ഷൻസും മെഷീൻസും ഫെസിലിറ്റീസും ഇവിടെയുണ്ട്. വെയ്റ്റ് ട്രെയിനിങ്ങിനേക്കാൾ തായ് സിറ്റിസൺസ് ചെയ്യാറുള്ളത് കാർഡിയോസും തായ് ബോക്സിങ്ങും ആണ്. അങ്ങനെ 45 മിനിറ്റ്സിൻ്റെ ഫസ്റ്റ് ഡേയിൽ വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങി സൂപ്പർ മാർക്കറ്റിലെത്തി ഒരു പ്രോട്ടീൻ ഷേക്ക് എടുത്ത്, പിന്നെ ഞാനൊരു സ്നാക്ക് എടുത്ത് ബില്ലടിച്ച് നേരെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നതാണ് തായ്ലാൻഡിലെ കൊടും ചൂട്. പിന്നൊന്നും നോക്കിയില്ല, തൊട്ടടുത്തുള്ള ജാപ്പനീസ് റെസ്റ്റോറൻറ്റിൽ കയറി മെനു എടുത്ത് കറക്കി കുത്തി ഞാനൊരു നൂഡിൽസ് അങ്ങോട്ട് ഓർഡർ ചെയ്തു. ഇവനാണ് അവൻ. തായ്ലാൻഡിലെ 5 സ്റ്റാർ ഹോട്ടലിൽ വർക്ക് ചെയ്തിരുന്ന ഒരു ലേഡി ഷെഫ് സ്റ്റാർട്ട് ചെയ്തൊരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റാണത്. പണ്ട് മുതൽ വിശപ്പിൻ്റെ സുഖമുള്ള എൻ്റെ പേരിൽ കണ്ണി കണ്ടതെല്ലാം മെനുവിൽ നോക്കി കറക്കി കുത്തി ഞാൻ എല്ലാം ഓർഡർ ചെയ്തു. അപ്പോൾ ഇനി വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സമയമായി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നുവെന്ന പ്രതീക്ഷയോടെ വണക്കം.